വാർത്തകൾ വിശദമായി. രാജി പ്രഖ്യാപിച്ച് തൊടുപുഴ നഗരസഭാ ചെയർമാൻ. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയുള്ള കൗൺസിലർമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തന്റെ രാജിയെന്ന് സനീഷ് ജോർജ് പറഞ്ഞു. ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ചെയർമാന്റെ രാജി പ്രഖ്യാപനം. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ രാജി പ്രഖ്യാപനത്തോടെ തൊടുപുഴ നഗരത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നടന്ന സമര പരമ്പരകൾക്ക് പരിസമാപ്തിയായി. കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ട ചെയർമാൻ നഗരസഭയിലെ ഭരണകക്ഷിയായ LDF നിർദ്ദേശിച്ചിട്ടും രാജിവെക്കാത്തതിനാൽ ഈ മാസം 29-ന് ഇടതുമുന്നണി തന്നെ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നു. രാഷ്ട്രീയ കോലാഹലങ്ങളും ചർച്ചകളും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ചെയർമാൻ ഇന്ന് തന്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയുള്ള കൗൺസിലർമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തന്റെ രാജിയെന്ന് പറഞ്ഞ സനീഷ് ജോർജ് കഴിഞ്ഞ 3.5 വർഷക്കാലത്തിനിടയിൽ നഗരസഭാ പരിധിയിൽ കോടികളുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയതായും പറഞ്ഞു. ലോകമെമ്പാടും കോവിഡ് എന്ന മഹാമാരി വ്യാപിച്ച സാഹചര്യത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ആദ്യം നഗരസഭ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഏകദേശം 1.5 വർഷക്കാലം കോവിഡിനായി വേണ്ടി മാത്രം അതിൻ്റെ പ്രവർത്തനങ്ങളും ആരോഗ്യ മേഖലയ്ക്കുള്ള പ്രവർത്തനങ്ങളും എല്ലാം 1.5 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തുകയും കേരളത്തിലെ തന്നെ മികച്ച നഗരസഭയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങുകയും സാധിച്ചു. ആ ഒരു പ്രവർത്തനങ്ങൾ മുതൽ ഇന്നലെ വരെ, ഈ നിമിഷം വരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുകയും ഏകദേശം 75 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നാളിതുവരെ തുടങ്ങുവാനും പൂർത്തീകരിക്കുവാനും ഏകദേശം പകുതിയിലും അല്ലെങ്കിൽ ഒരു 70% എത്തിച്ചു നിർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. കുറ്റക്കാരനല്ലെന്ന് ആത്മവിശ്വാസമുള്ളതിനാലാണ് താൻ നേരത്തെ തന്നെ രാജിവെക്കാതിരുന്നതെന്നും ചെയർമാൻ പറഞ്ഞു. ഇപ്പോഴത്തെ രാജിപ്രഖ്യാപനം യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് സമരം കണ്ട് പേടിച്ചല്ലെന്നും സമരത്തെ താൻ ഭയക്കുന്നില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. രാജിവെക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടോ ഒരു രീതിയിലല്ല മറ്റു രീതിയിൽ തെറ്റുകാരനല്ല എന്ന് എനിക്ക് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 20 ദിവസങ്ങൾക്ക് മുമ്പ് രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. അതിനുശേഷം ഇന്നിങ്ങനെ രാജി പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ ഇത് പറയാനുള്ളൊരു അവസരവും ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ അത് സൂചിപ്പിച്ചതാണ്. നമ്മൾ സ്വമേധയാ രാജിവെച്ച് പോകുന്നു അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ വലിയൊരു ചർച്ചയിലേക്ക് കടന്നു പോവുകയും അല്ലെങ്കിൽ നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത സഹായാവസ്ഥയിൽ ഒട്ടനവധി ആളുകളുടെ സഹപ്രവർത്തകരുടെ അവരുടെ മാനസിക ഇടിമുറ്റും കണക്കിലെടുത്ത് ചെയർമാൻ ഞങ്ങളോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് വഴികൊള്ളണം. ഇല്ലെങ്കിൽ ഇപ്പോഴും രാജിവെക്കാനോ മറ്റു കാര്യങ്ങൾക്കോ മാനസികമായത് ഞാൻ തെറ്റുകാരനല്ല എന്നെനിക്ക് തോന്നുന്നു. അനധികൃതമായി താൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയ ചെയർമാൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജിലൻസിനെ ബോധ്യപ്പെടുത്തിയതായും പറഞ്ഞു. ഒന്നുമല്ലാതിരുന്ന തനിക്ക് കലവറയില്ലാത്ത പിന്തുണയാണ് തൊടുപുഴയിലെ പ്രാദേശിക മാധ്യമങ്ങൾ അടക്കം നൽകിയതെന്ന് പറഞ്ഞ ചെയർമാൻ രാജി ഉടനടി നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality
and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Todupuzha.